ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയപ്പെടുന്നു. ഒന്നും മുഴുവനായി കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങൾ തുടങ്ങാൻ പോലും പറ്റുന്നില്ല. എന്ത് തീരുമാനം എടുത്താലും ഓരോരോ തടസ്സങ്ങൾ. എന്താ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയത്? ഞാൻ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ലേ? ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് ഇതൊക്കെ. ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു ടുഡേ. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുടെ റിസൾട്ടായിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ഭാവിയിൽ എങ്ങനെ നിങ്ങൾക്ക് ഗുണകരമാവുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ വരുന്ന അൺവാണ്ടഡ് ആക്ടിവിറ്റീസ്, ഡിസ്ട്രാക്ഷൻസ് എല്ലാം നിങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റിവെക്കണം. ഐ ഡിസേർവ് എ ബെറ്റർ ലൈഫ്. എത്ര കാലം വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്നുമില്ലാത്തവനായി ജീവിക്കുന്നത്? ഒരാളും നിങ്ങളെ വന്ന് രക്ഷപ്പെടുത്താൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദ കോമ്പറ്റീഷൻ ഈസ് യു വിസസ് യു. പല കാര്യങ്ങളും ചെയ്യണമെന്ന് തീരുമാനിച്ച് നിങ്ങളെ പുറകിലോട്ട് പിടിച്ചു വലിക്കുന്ന നിങ്ങളുടെ മടിയെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. ലോകത്തുനിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ മുഴുവൻ ആളുകളെയും എടുത്തു നോക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരു സക്സസ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഒരമ്മ അവരുടെ കുട്ടിയെ സൂക്ഷ്മമായി നോക്കുന്ന രീതിയിലേക്കായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഗോൾസിനെ കാണേണ്ടത്. ഇറ്റ്സ് ഹാർഡ് ടു ഹിറ്റ് എ പേഴ്സൺ ഹൂ നെവർ ഗിവ് അപ്പ്. നമ്മളെ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ തോൽവികളെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ബി റെഡി ടു ഫെയിൽ. തോൽക്കാൻ വേണ്ടി നിങ്ങൾ റെഡി ആവണം. അതിനെ വെൽക്കം ചെയ്യണം. ഒരുപക്ഷെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോയില്ലെങ്കിൽ നിരാശനാവേണ്ടതോ ഡിപ്രഷൻ ആവേണ്ടതോ ആവശ്യമില്ല. ജീവിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓൾവേസ് ബൗൺസ് ബാക്ക്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇതൊരു അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളൊരു ഗ്രാഫാണ്. ഡൗൺസ് നാച്ചുറലായി നോർമലായി സംഭവിക്കും. പക്ഷേ അപ്സ് അത് മുകളിലേക്ക് പോകുന്നത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ തീരുമാനമാണ്. അത് നമ്മുടെ ആക്ഷനാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം, വിജയിക്കണം, നേടിയെടുക്കണം. നിങ്ങളെ കളിയാക്കിയവരുടെ മുന്നിൽ എങ്ങനെ മറുപടി കൊടുക്കണം എന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? വാക്കുകൾ കൊണ്ടായിരിക്കരുത്. ഷോ ദം യു ഡിഡ് ഇറ്റ്.